എല്ലാവർക്കും നമസ്കാരം. ഏഴരശനി, കണ്ടകശനി, ജന്മശനി, അഷ്ടമശനി എന്നൊക്കെ ശനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ ഒന്ന് വിശദീകരിക്കാം. നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ ഏതു രാശിയിൽ നിൽക്കുന്നുവോ, അതല്ലെങ്കിൽ ഏത് ആണോ അവളുടെ നക്ഷത്രം, ആ നക്ഷത്രത്തെ അല്ലെ ജന്മരാശിയെ ബന്ധപ്പെടുത്തിയാണ് കണ്ടകശനി, ഏഴരശനി ഒക്കെ നിശ്ചയിക്കുന്നത്. ജനിച്ച രാശിയിൽ ആകെ 12 രാശികളാണ് ഉള്ളത്. ആ ജനിച്ച രാശിയിൽ അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രം ഏതാണോ ആ കൂറിൽ ഒക്കെ ശനി നിന്നാൽ ജന്മശനി എന്നും, ജന്മരാശിയുടെ 12, 1, 2 ഭാവങ്ങളിൽ, അതായത് 12 രാശികളാണ് ഉള്ളത്, അതിൽ 1, 2, 12 ഭാവങ്ങളിൽ ശനി നിന്നാൽ ഏഴരശനി എന്നും, അതായത് ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക, ഏകദേശ കണക്കാണ്. അപ്പോൾ ആ 7.5 വർഷക്കാലം ഏഴരശനി എന്നും, 4, 7, 10 ഭാവങ്ങളിൽ നിന്നാൽ കണ്ടകശനി എന്നും, ആ ജന്മരാശിയുടെ 8-ാം ഭാവത്തിൽ ശനി നിന്നാൽ അഷ്ടമശനി എന്നും പറയുന്നു. ഈ ഭാവങ്ങളിലൊക്കെ ശനി നിൽക്കുമ്പോൾ ദോഷസ്ഥാനങ്ങൾ എന്നും ചിന്തിക്കാം. ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് മറ്റൊരു സമയത്ത് പറയാം. നമസ്തേ.